ഹഗായി പ്രവചനം 2-ാം അധ്യായം. ഹഗായി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 3, 4, 5, 6. നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായ ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവേ ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വാക്യത്തിനായിട്ട് നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാമോ? ഞാൻ എൻ്റെ പ്രസംഗ കാലഘട്ടം തുടങ്ങിയ കാലം മുതൽ എനിക്ക് നിർബന്ധം ഒരു വാക്യം അല്ലെ 2 വാക്യം, അതിൽ കൂടുതൽ ഞാൻ വായിപ്പിക്കാറില്ല. 1-2 പ്രാവശ്യം എവിടെയും. പക്ഷെ ഇതെൻ്റെ ആ ഒരു ശൈലിയിൽ വന്ന, എൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലിയിൽ വന്നിട്ടുള്ള ഒരു ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വാക്യങ്ങളെ വായിച്ചിട്ടുണ്ട്. ഏകദേശം 2 അധ്യായം മാത്രമേ ഉള്ളൂ ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ, പ്രവചന പുസ്തകത്തിൽ. ഇസ്രായേലിനെ ബാബിലോണിയ സാമ്രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം 2 വ്യക്തികളുടെ മനസ്സിനെ ഉണർത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ സെക്കൻഡ് ഉണർത്തിയ ശേഷം ദേവാലയത്തിൻ്റെ പണി തീർന്ന്, ദേവാലയം പണിയ ശേഷമായി 2ാമത് ഹഗായി എന്ന പ്രവാചകനോട് ദൈവം സംസാരിക്കുന്ന ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ 2ാമത് സംസാരിക്കുക, സെക്കൻഡ് പ്രൊഫസിയാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ഫസ്റ്റ് പ്രൊഫസി മുതൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ചിന്തിച്ചാൽ അതിൻ്റെ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പുസ്തകം അല്ലെങ്കിൽ ഇത് മൊത്തം നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കും, നിങ്ങളെ സഹായിക്കുമാറാണ്. ഇത് ഈ സഭയോടുള്ള ആലോചനയാണ്. ഈ സഭയോടുള്ള ഇപ്പോൾ വേദന തോന്നി തിരുമ്മിക്കൊണ്ടിരുന്നാൽ മതി, യാതൊരു കുറവും ഞാൻ ആ വിഷയത്തിൽ കാണിക്കുന്നില്ല. ഹല്ലേലൂയ. ഇത് ഈ സഭയോടുള്ള ആലോചനയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അനുഗ്രഹം കിടപ്പുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ മഹത്വം കിടപ്പുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ തിരിച്ചുവരവ് കിടപ്പുണ്ട്. ഇതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ഹൃദയം കിടപ്പുണ്ട്. ഇതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇത് പ്രവാചകന്റെ ഇഷ്ടമല്ല, പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഹഗായി എന്ന പ്രവാചകൻ എന്ന പേരിന്റെ അർത്ഥം ഉത്സവത്തിൽ ജനിക്കപ്പെട്ടവെന്ന. എന്താണ്? നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ പ്രവാചക പുസ്തകത്തിൽ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം ദൈവാത്മാവിനാൽ സ്വീകരിച്ച് ഹല്ലേലൂയ ദൈവജനത്തിന് വേണ്ടി കൊടുക്കുന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന ജനത ഒരുപാട് അടിമത്തങ്ങൾക്കകത്തേക്ക് പോന്നിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ 1-2 അടിമത്തങ്ങളെ കുറിച്ചേ ഉള്ളൂ അറിയായിരിക്കത്തുള്ളൂ. അത് ഒന്ന് മിസ്രൈമിയ പ്രവാസമാണ്. മിസ്രൈമിയ പ്രവാസം എത്ര വർഷമായിരുന്നു? 400 വർഷമായിരുന്നു. 430ാമത്തെ വർഷം ദൈവം അവരെ തിരിച്ചു വരുത്തി. അതിനുശേഷം ഹല്ലേലൂയ ഒരുപാട് അടിമത്തത്തിലേക്ക് അവർ കടന്നുപോയി, ബാബിലോണിയ പ്രവാസത്തിലേക്ക്. ആ കാലഘട്ടം തീരുന്നതിന് മുമ്പ് ഹല്ലേലൂയ മേദിയ പാർസിയ, ഗ്രീക്ക് സാമ്രാജ്യം, ഹല്ലേലൂയ അങ്ങനെ ഭൂമിയിൽ ഉടലെടുത്ത സാമ്രാജ്യ വ്യവസ്ഥിതികൾ മുഴുവൻ ഭരണം നടത്തിയ ഹല്ലേലൂയ അല്ലെങ്കിൽ അടിമകളായി അടിമകളാക്കി ഭരിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരെന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. 12 ഗോത്രമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ദൂത് പറഞ്ഞു. ഹല്ലേലൂയ. അവസാനമാണ് പറഞ്ഞത്, ഇസ്രായേൽ എന്ന മനുഷ്യനെ, ഇസ്രായേൽ എന്ന രാജ്യമാക്കി മാറ്റിയത് പ്രവാസത്തിൽ വെച്ചാട്ടാ. അത് തന്നെ ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ഇസ്രായേൽ എന്ന ജനത്തെ ഇസ്രായേൽ എന്ന ജാതിയാക്കി മാറ്റിയ കാര്യമല്ല, ഇസ്രായേൽ എന്ന രാജ്യമാക്കി മാറ്റിയത് പ്രവാസത്തിൽ വെച്ചാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ദൈവശബ്ദം, ഞാൻ അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ എത്താൻ ഒത്തിരി പാടുപെടും.
എങ്കിലും ആ ജനതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഒരു കാര്യമായിരുന്നു ആരാധനയിലുണ്ടായ കുറവ്. എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷേ ഹല്ലേലൂയ, ആ വ്യത്യസ്തമായ അനുഭവത്തിനകത്തൂടെ ഈ മനുഷ്യനോട് പറയാം, 4ാം തലമുറക്കാർ മുഴുവൻ അടിമത്വത്തിലേക്ക് കടന്നു പോകും. 4ാം തലമുറ യോസഫാണ്. ഹല്ലേലൂയ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ് അടിമയായിട്ടാണ് എവിടെ പോകുന്നത്? ഹല്ലേലൂയ. എവിടെ പോകുന്നത്? ഒന്ന് പ്രതികരിച്ചാടെ. നമ്മുടെ പ്രശ്നം പ്രതികരണം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രതികരിക്കുന്നില്ല, ഈ മെസ്സേജ് കാറ്റ് പോലെ പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കളയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കയറി പിടിച്ചോണം. എൻ്റെ അകത്ത് ഈ വീട് നന്നായി കത്തി നിൽക്കുക. ഞാൻ പഠിച്ച വചനമല്ല, പ്രാപിച്ച വചനമാണ്. ഹല്ലേലൂയ. പ്രാപിച്ച വചനമായതുകൊണ്ട് അതിൻ്റെ അകത്ത് അത്രത്തോളം തള്ളലുണ്ട്. ആത്മാവിൽ നിങ്ങൾ ഈ അന്തരീക്ഷത്തിനകത്ത് ഇതിനെ കൊണ്ടുപോകാൻ തയ്യാറായാൽ അത് അതിന് റിലീസാകും. ഹല്ലേലൂയ. ദൂത് എപ്പോഴും സ്വീകരിക്കപ്പെടുന്ന സ്ഥലത്തെ മുളയ്ക്കത്തുള്ളൂ. ദൂത് എപ്പോഴും ഹല്ലേലൂയ, പറവ കൊണ്ടുപോയാൽ അത് പറവ കൊണ്ടുപോയി. ഹല്ലേലൂയ. മുള്ളിനടി വീണാൽ മുള്ളതിനെ ഞെരുക്കിക്കളയും. ഹല്ലേലൂയ. പാറ സ്ഥലത്ത് വീണാൽ ഹല്ലേലൂയ അത് വളരത്തില്ല. ഹല്ലേലൂയ. ഇനിയുടെ ഇറങ്ങി എന്നെ കൊണ്ട് പോകരുത്. അതുകൊണ്ട് ഇന്ന് പകല് ഞാൻ പാറയായിട്ടിരിക്കാതെ പ്രശ്നങ്ങളുടെ മുള്ളായിട്ടിരിക്കാതെ ഹല്ലേലൂയ എവിടെയോ പോയിരുന്ന് ഹല്ലേലൂയ അടിച്ചെന്ന് പോകുന്ന ഹല്ലേലൂയ പറവകൾക്ക് കൊടുക്കാതെ നിന്റെ അകത്തെ നല്ല നിലത്ത് ഈ വിത്ത്, ഈ പ്രൊഫറ്റിക്കൽ വേഡ് വീഴണമെന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ശബ്ദമായിരുന്നു, 4ാം തലമുറക്കാർ മിസ്രയീമിൽ അടിമകളായി പോവും. ഹല്ലേലൂയ. അറിയാത്ത സ്ഥലത്ത് അടിമകളായി തീരും. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. യോസഫ് ഹല്ലേലൂയ അടിമയായിട്ട് വിൽക്കപ്പെട്ടു. സഹോദരന്മാർ വിൽക്കപ്പെട്ടു, അടിമയായി കൊണ്ടുപോയി, അടിമയായിട്ട് വാസം തുടങ്ങിയത്. പക്ഷെ ഇവന്റെ തലയ്ക്ക് മീതെ കടന്ന ദൈവിക അരുളപ്പാട് ഹല്ലേലൂയ അടിമയാകാനുള്ളതല്ലായിരുന്നു, ഭരണാധികാരിയാകാനുള്ള. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അടിമയായി 4ാം തലമുറ പോകണമെന്നുള്ളത് ദൈവത്താൽ വെളിപ്പെട്ട ശബ്ദമാണ്. പക്ഷെ വ്യക്തിപരമായി അവൻ സ്വീകരിച്ചത് ഹല്ലേലൂയ, ഞാൻ വീണ് കിടക്കുന്നവനല്ല, ഞാൻ എഴുന്നേറ്റ്. ഈ ദൂതിനെ ഒന്ന് റിലീസ് ചെയ്യാൻ ആത്മാവിൽ. ഹല്ലേലൂയ. നീ വീണ് കിടക്കുന്നവനല്ല, നീ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. നീ പ്രവാസത്തിലെ അടിമയല്ല, നീ പ്രവാസത്തിൽ ആ ജനത്തെയും വാഴുന്ന രാജാവാണ്. ഹല്ലേലൂയ. ദൂത് ചിലപ്പോൾ തിരിഞ്ഞു പോകും. കാര്യം എൻ്റെ അകത്ത് 2-3 ദൈവശബ്ദം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുടങ്ങിയിട്ടിട്ട് ഞാൻ തിരിച്ചു വരാം. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽപ്പിച്ച ഹല്ലേലൂയ ഈ പ്രവാസത്തിലേക്ക് പോയവരെ, ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ദേവാലയം പണിയുവാൻ ദൈവം 2 മനുഷ്യരുടെ ഹല്ലേലൂയ മനസ്സിനെ ഉണർത്തുകയാണ്. 2 പേർ, ഒരാളല്ല, ഒരു ദൂത് 2 പേർക്ക് കൊടുക്കുകയാണ്. ഒന്നൊരു പ്രവാചകനാണ്, ഒന്നൊരു പുരോഹിതനാണ്, ഒന്നൊരു രാജാവാണ്. ഹല്ലേലൂയ. എന്താണ്? ദേവാലയം പണിയാൻ വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തി ആരൊക്കെയാണ്? ഒന്ന് പുരോഹിതൻ. പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഒന്ന് പുരോഹിതനും, ഒന്ന് നിങ്ങളുടെ കോളിംഗ് എന്നാണെന്നറിയാവോ? രാജകീയ പുരോഹിത വർഗം. ഈ കോളിങ്ങിനകത്ത് 2 അഭിഷേകം കിടപ്പുണ്ട്. ഒന്ന്, നീ രാജാവാണ്, നീ വാഴുന്നവനാണ്, നീ വാഴുന്നവനാണ്. ഓ, നീ വാഴുന്നവനാണ്. വാഴുന്നവനും ദൈവത്തിലേക്ക് തിരിക്കുന്നവനും. പുരോഹിതൻ ജനത്തെ ദൈവത്തിലേക്ക് തിരിക്കുന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുക. ഈ പുരോഹിതനെയും ഈ രാജാവിനെയും ഹല്ലേലൂയ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രവാചകനാണ്. പ്രവാസ കാലഘട്ടത്തിൽ ദൈവം ഇറക്കിയ ചിലരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന് യോസഫാണ്, 2 ദാനിയേലാണ്. ഇവരൊന്നും ഒരിക്കലും പ്രവാസികളായിരുന്നില്ല, പ്രവാസത്തിലേക്ക് പോകപ്പെട്ടവരായിരുന്നു. ആ പ്രവാസത്തിൽ അവർ ഭരണകർത്താക്കളായിരുന്നു. ഹല്ലേലൂയ. ഇതൊരു പുതിയ നിയമ ദൂതാണ്, ഒരു പുതിയ നിയമ ദൂത്. നീ പ്രവാസത്തിലാണെങ്കിലും നീ ആണ് രാജാവ്. അടിമകളുടെ കൂട്ടത്തിനകത്ത് നീ അടിമയായിരിക്കത്തില്ല, നീ ഉടമയായിരിക്കും. അത് നിന്റെ കോളിങ്ങിന്റെ പ്രത്യേകതയാ.
മനസ്സിലാകുന്നില്ലെങ്കിൽ നന്നായിട്ട് ഞാൻ വിശദീകരിക്കാം. ഒരടിമ പെൺകുട്ടി, ഹല്ലേലൂയ, ഒരടിമ സ്ത്രീ അവളുടെ ഭർത്താവുമൊത്ത്, ഹല്ലേലൂയ, ബന്ധം പുലർത്താൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു നിയമം മിസ്രൈമിൽ നടപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു കുഞ്ഞിന് ഗർഭം നൽകി. ജനിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കളയുമ്പോൾ അവർ ആ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു. ഇനി ഒളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാകണ കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് അതിനകത്ത് ആ കുടുംബം അവരെ സൂക്ഷിച്ചു. അത്രയുള്ള അവരുടെ ഡ്യൂട്ടി. അത് കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങി. അവനും അടിമയാണ്, അവനും അടിമ കുലത്തിനകത്ത് ജനിക്കപ്പെട്ടവനാണ്. പക്ഷെ അവൻ വാഴുന്നത് രാജകൊട്ടാരം. അവൻ വാഴുകയാണ്, അവൻ അടുത്ത ഫറവോനായിട്ട് വാഴുകയാണ്. മോശയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അവൻ അടിമ പെൺകുട്ടിക്കകത്തുണ്ടായവനാണ്. ഹല്ലേലൂയ. അടിമയായിരുന്നപ്പോൾ ജനിക്കപ്പെട്ടവനാണ്. പക്ഷെ കോളിങ് നോക്കിയാൽ അവൻ അടിമയല്ല, അവൻ ഉടമയാണ്. ഇന്ന് പകല് ഈ ദൂത് ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ്. എല്ലാ അടിമത്ത സ്വഭാവങ്ങളെയും, എല്ലാ അടിമത്ത പാരമ്പര്യങ്ങളെയും, നിന്റെ ജാതിയിൽ നിന്ന്, നിന്റെ കുലത്തിൽ നിന്ന്, നിന്റെ ജീവിതശൈലിയിൽ നിന്ന്, നിന്റെ പാരമ്പര്യത്തിൽ നിന്ന് നിന്നിലേക്ക് എത്തപ്പെട്ട സകല അടിമത്തങ്ങളെയും യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ രക്തത്താലും ഈ പകൽ സ്വതന്ത്രമാക്കുന്നു. ഇന്നൊരു ഓപ്പണിങ് നിങ്ങളുടെ മേൽ സംഭവിക്കും. നിന്നെ ഇനി ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഫറവോന് ഒതുക്കാൻ പറ്റാത്ത ഒരു കോളിംഗ് ഉള്ളവനാണ് നീ. പുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു, തീയുടെ ബലം ഇരട്ടിയായി കൂട്ടിയിട്ടും വിളിയുള്ളവൻ രാജാവിന്റെ നിയമങ്ങൾക്കപ്പുറം രാജഭരണത്തിനകത്തേക്ക് കയറി വരുന്ന ദാനിയേലിന്റെ പ്രതിരൂപം പോലെ ഈ പകല് ചിലർ പ്രതികൂലത്തിനകത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ഇന്ന് പകല് ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിരിക്കും. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡ്, പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്. അടിമയ്ക്കകത്ത് നീ ഉടമ. ഹല്ലേലൂയ. there is a spirit. അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്. നിന്റെ അടിമയാക്കിക്കൊണ്ട് വരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. പക്ഷെ അംഗീകരിക്കാനോ വഴങ്ങിക്കൊടുക്കാനോ തയ്യാറല്ലാത്തവനെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ആരാണ് അവിടെ സഹായിക്കുന്നത്? ഓർമ്മപ്പെടുത്തുന്നവൻ പോലും മറന്നു പോകുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ദൈവം അവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട്. 17 വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ അപ്പനിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന് വേർപെട്ടുപോയി അടിമ നുഖത്തിനകത്ത് പെട്ടുപോയതിനെ പോലെയായി. ആരവനെ സഹായിക്കും? വിളി തലയ്ക്ക് മീതെ ദർശനം പോലെ വീണ് കിടപ്പുണ്ട്. ഹല്ലേലൂയ. പൊട്ടക്കിണറില്ല ദർശനത്തിനകത്ത് ഒന്നേ ഉള്ളൂ, നിന്റെ കറ്റ നിവർന്ന് നിൽന്നിരിക്കും. മറ്റെല്ലാ കറ്റയും വീണിരിക്കും. എത്ര പ്രതികൂലത്തിനകത്ത് പോയിട്ടും ഈ മനുഷ്യൻ വീണു പോകാത്തതിന്റെ പിന്നിലെ കാരണം ഒന്നേ ഉള്ളൂ, അവന്റെ കറ്റ നിവർന്ന് നിൽക്കുക. പലരുടെ മുമ്പിലും താൻ വീണ് നിൽക്കുമ്പോഴും, പലരുടെ മുമ്പിലും താൻ കവണ വീണ് നിൽക്കുമ്പോഴും അവൻ അറിയാം, ഞാൻ വണങ്ങുന്നവനല്ല, എന്നെ വണങ്ങേണ്ടവനാ. ദൂത് ആവർത്തിക്കുന്നു. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് റിലീസാകട്ടെ. യോസഫിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകമല്ല ഉൽപ്പത്തി പുസ്തകം. യോസഫിന്റെ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമല്ല പുറപ്പാട് പുസ്തകം. യോസഫിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. മോശയുടെ കാലഘട്ടത്തിൽ എഴുതിയത്. ആ കാലഘട്ടത്തിലാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. പൊത്തിപ്പേറിന്റെ ഭാര്യ കയറി പിടിച്ചപ്പം ഈ പുള്ളി ഓടിപ്പോയിന്ന്. അന്ന് വരെയുള്ളത് എന്നായിരുന്നു? എല്ലാവരും മനസ്സിലാകുന്നുണ്ടോ? അത് വരെ എന്നായിരുന്നു? ഒത്തിപ്പേറിന്റെ ഭാര്യ ഇവൻ കയറി പിടിച്ചെന്നായിരുന്നു പരാതി, അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ടാ അന്ന് വരെ തിരിഞ്ഞാ കടന്നത് നമുക്ക് പോലും, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നവർക്ക് പോലും ഹല്ലേലൂയ അന്ന് അങ്ങനെ തിരിയത്തുള്ളൂ. അന്നത്തെ ചരിത്രത്തിൽ നിൽക്കുന്ന സകലരും യോസഫിന് എതിരാണ്. പക്ഷേ ദൈവം പറയും, അവൻ ചോടിയത് ഞാൻ വെളിപ്പെടും. ഹല്ലേലൂയ. എന്നിട്ടും ദൈവം അവനെ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ എല്ലാ ക്ഷീണങ്ങളും, എല്ലാ പരിമിതികളും, എല്ലാ നിരുത്സാഹങ്ങളെയും യേശുവിന്റെ നാമത്തിൽ
അങ്ങനെ ഒരുപാട് പ്രവാസങ്ങൾക്കകത്തേക്ക് ജനം കടന്നുപോയി. ഹല്ലേലൂയ. ഈ മിസ്രൈമിന്റെ കാലഘട്ടത്തിൽ ഇവർക്ക് ഒരിക്കലും ദേവാലയമില്ലായിരുന്നു. ഇവർക്കൊരു കൂടാരം മാത്രം ആ കാലഘട്ടത്തിൽ തിരിച്ചുവരവിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹല്ലേലൂയ, മിസ്രൈമിൽ നിന്ന് വന്ന ജനം ദാവീദിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ദേവാലയം ഹല്ലേലൂയ ഉണ്ടാക്കാൻ ആഗ്രഹം പുറപ്പെട്ടു. അടുത്ത രാജാവാകുന്ന ശലോമോന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം, ദൈവത്തിനായിട്ടൊരു ദേവാലയം, ദൈവത്തിനായിട്ടൊരു നഗരം ദാവീദ് പണിതു. ദൈവത്തിനായിട്ടൊരു ദേവാലയം ഹല്ലേലൂയ ശലോമോൻ പണിയുവാനിടയായി തീർന്നു. അങ്ങനെ പണിത ദേവാലയത്തെ ഹല്ലേലൂയ പല തവണയായിട്ട് ഈ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ വന്നവർ ഇടിച്ചു കളയുവാനിടയായി ഇറങ്ങി. ഞാൻ ഇത് പിന്നീട് പോയി പഠിച്ചു. ഹല്ലേലൂയ. ഒരുപാട് അടിമത്തങ്ങൾ, ഇതുപോലെ അടിമത്തം അനുഭവിച്ച, ഇതുപോലെ പീഡനം അനുഭവിക്കപ്പെട്ട ജനം ചരിത്രത്തിനകത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ജനതയ്ക്കും തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ഒതുങ്ങിപ്പോയ രണ്ട് ഗോത്രങ്ങളുണ്ട്. ഈ പ്രവാസ കാലഘട്ടത്തിൽ ഞാനത് മൊത്തത്തിൽ അവതരിപ്പിക്കാം. ഈ പ്രവാസ കാലഘട്ടത്തിൽ തിരിച്ചു വന്ന ജനത രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഒന്ന് 10 ഗോത്രവും രണ്ട് ഗോത്രവും. ഈ 10 ഗോത്രം ഒന്നുമില്ലാതാക്കപ്പെട്ടു പോയി. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഈ പീഡന കാലഘട്ടത്തിൻ്റെയും പ്രവാസ കാലഘട്ടത്തിൻ്റെയും വിരക്തി ദേശത്തിൻ്റെ പല ഭാഗങ്ങൾക്കകത്തേക്ക് ഇവരെ ചിതറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഈ 2 ഗോത്രം അടിച്ചോണ്ട് നിന്നു. ഹല്ലേലൂയ. ഈ 2 ഗോത്രത്തിലുള്ളവരെ വീണ്ടും നിരോധിച്ചു കൊണ്ടുപോയി, അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അടിമത്തത്തിൽ കടക്കുന്ന ഒരു സമയം, ബാബിലോണിയ സാമ്രാജ്യം ദാരിയാവേശ് വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവാത്മാവ് ഒരു പുരോഹിതന്റെ അകത്ത് ഹല്ലേലൂയ ഒരു ദർശനം ഇട്ട് കൊടുക്കുകയാണ്. പോയി ദേവാലയം പണിയുക. ഹല്ലേലൂയ. അത് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പോയി ദേവാലയം പണിയുക. ഈ 2 പേർക്കാണ് ഉണ്ടാകുന്നത്. അത് 1-ാം അധ്യായത്തിൽ. ഞാനത് വായിപ്പിക്കാൻ തന്നെ താല്പര്യപ്പെടുക. എനിക്ക് പറഞ്ഞു പോകാം, പക്ഷെ ഇത് വായിക്കണം. നിങ്ങൾക്ക് 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 1-1 മുതൽ. ദാരിയാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചക മുഖാന്തരം യഹൂദാ ദേശാധിപതിയായ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകൻ യോശുവയ്ക്കും ഉണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗ്ഗായി പ്രവാചക മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ. ഞാൻ ഇനിയുള്ള ഭാഗം അടുത്ത സെക്ഷനിൽ വായിക്കാം. ഞാൻ ഈ ആലയം പണിയാൻ വന്ന കാര്യം വരെ പറഞ്ഞു. ഇനി ഈ ഭാഗത്തേക്ക് ഞാൻ തൊട്ടാൽ തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് അടുത്ത ഭാഗത്തിനകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഒരുങ്ങുവാണ്. ഈ 2 പേരെ ഒരു പുരോഹിതനെയും ഒരു ഭരണകർത്താവിനെയും ദൈവം നിയമിക്കുക. ആളുടെ പേര് ഞാൻ പിന്നെ പറയാം. ഇവരുടെ പേരിനകത്തോട് ഒരു ആലോചനയുണ്ട്. അതുകൊണ്ട് ആ പേരിപ്പം ഞാൻ പറയാത്ത, ആ പേരിനകത്തോട് ഒരു ആലോചന ഞാൻ വീണ്ടും പറയാം. ഹല്ലേലൂയ. ഇവരെ ദൈവം കൊണ്ടുവരുമ്പോൾ ആലയം പണിയാൻ ഇതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. അത് പറയാൻ പോകാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പറയാതെ പോകും. ഇവർ ആലയം പണിയാൻ പുറപ്പെട്ടവരാണ്. പുറപ്പെട്ട് ഈ ദേശത്ത് വന്ന ശേഷം ഇവർ സ്വന്തമായി വീട് പണിതു. സ്വന്തം കാര്യങ്ങൾക്കകത്ത് വളർന്നു കയറി പോവുക. ആലയം പണിയെക്കുറിച്ചുള്ളത് ഭാഗികമായി കിടക്കുക. അവിടെയാണ് നിങ്ങൾ ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദമായിട്ട് നിങ്ങൾ കണക്കാക്കണം. നിങ്ങളുടെ വഴികളെ നിങ്ങൾ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർമ ഉണ്ടാകുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്ന ഒരുവൻ. കൂലിക്ക് വേണ്ടി അവൻ ജോലി നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ
കൊണ്ടുവരുന്ന സാധനം, കൊണ്ടുവരുന്ന മൂലധനം അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പണം എവിടെ വീഴുന്നു? ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഓട്ടസഞ്ചിക്കകത്ത് വീഴുന്നു. അതിന് മുമ്പ് പറഞ്ഞത് വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷെ അത് അവരുടെ ശരീരത്തിന് കുളിർമ മാറുന്നില്ല. അവർ പാനം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് തൃപ്തി വരുന്നില്ല. അവർ ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ പൂർത്തി വരുന്നില്ല. അവർ വളരെ വിതയ്ക്കുന്നുണ്ട്, പക്ഷെ അല്പമേ വരുന്നു. ആമേൻ, ആമേൻ. ഇതൊരു അനുഗ്രഹത്തിന്റെ ദൂത ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ വീട് തുടങ്ങുന്നത് എവിടെയാ? കാരണം എന്താ പറഞ്ഞ? നിങ്ങൾ എന്തിന് പുറപ്പെട്ടവരാ? ആലയം പണിയാൻ പുറപ്പെട്ടവരാ. ഈ വീട് കത്തിയ ദിവസം ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ റീച്ചാന്റെ മകൻ ആൽവിൻ, അവന്റെ കൈ ഇങ്ങനെ കിട്ടിക്കിട്ടിങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക. വെറുതെ ആരും കാണാതെ എന്തോ പാട്ട് പാടി ഇടിക്കുകയാണ്. ഞാനത് കണ്ടപ്പോഴേ അവനോട് പറഞ്ഞൊരു വാക്കാണ്, നീ ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നില്ലയോ എന്നറിയുന്നില്ലയോ? അടുത്ത വേട് ഞാൻ അറിയാതെ പറഞ്ഞുപോയി, ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ. എനിക്ക് അപ്പോഴാ പുതിയ നിയമത്തിന്റെ ആ കണക്ഷൻ അങ്ങ് കയറിയത്. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. എന്റെ അകത്ത് ഈ ചിന്തയില്ല, ദൈവം നശിപ്പിക്കുന്നവനല്ല എന്നുള്ള ചിന്തയാ. പക്ഷേ ഇത് ഇവിടെ മനസ്സിലാക്ക്, ദൈവത്തിന്റെ ആലയം പണിയാൻ പുറപ്പെട്ടവൻ ദൈവാലയത്തിന്റെ ദർശനം വിട്ട് സ്വന്തം വികാരങ്ങൾക്കകത്തേക്ക് തിരിഞ്ഞപ്പോൾ അവരെ മടക്കിക്കൊണ്ടുവരേണ്ടതിന് അവരുടെ അനുഭവങ്ങൾക്കകത്ത് നന്മ ദൈവം പകർന്നു കൊടുത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകരം വിളിയിലേക്ക് തിരിയാൻ താല്പര്യം. ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയത്തില്ല, വലിയ പാടാ. അതാ പറഞ്ഞ വേദനയോടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഒരു ആലയം പണിയാൻ വിളിക്കപ്പെട്ടവരാണെന്ന് എത്ര ബോധ്യമുള്ളവരുണ്ട് ഇതിനകത്ത്? നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് എന്താണ്? മിറക്കിൾ ഹാർവസ്റ്റിന് വേണ്ടി ഒരു ബിൽഡിംഗ് പണിതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നശിക്കപ്പെട്ട ആലയങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കേണ്ട ആലയങ്ങൾ ഈ ദേശത്ത് കിടപ്പുണ്ട്. ആ ആലയങ്ങളെ പണിയാൻ വേണ്ടി വിളിക്കപ്പെട്ട രാജാവും പുരോഹിതനുമാണ് നീ. ഇതിനു വേണ്ടി എത്ര പ്രാവശ്യം ഹഗ്ഗായി പ്രവാചകനെ പോലെയുള്ള പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രവാചക ശബ്ദം കേട്ട് CSIയിൽ നിന്നും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പുറത്തു വന്നവരല്ലേ നിങ്ങൾ? ഇനി പച്ചയ്ക്ക് എങ്ങനെ പറയുന്നേ? വിളിക്കപ്പെട്ടിട്ട് നിങ്ങൾ ജോലി ചെയ്തതിനോ നിങ്ങൾ വീടുണ്ടാക്കിയതിനോ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ വചനം പറയുന്നു, ദേവാലയം പണിയപ്പെടുന്നില്ല. നിങ്ങളെ വിചാരിച്ചുകൊള്ളി, നിങ്ങൾ എന്താണ് ചെയ്യുന്നേ? നിങ്ങളുടെ വിളി എന്താണ്? നിന്നെ എന്തിനാണ് പുറത്തു കൊണ്ടുവന്നത്? ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കും. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം. എനിക്ക് ഇവിടെ നിന്ന് ഒത്തിരി പറയാനുണ്ട്. അടുത്ത ഭാഗം ഒന്ന് വായിച്ചു. യഹോവ കൽപ്പിക്കുന്നു എന്ന് വായിച്ചു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഓട്ടസഞ്ചിയിൽ വീഴുന്നത് പോലെ അതതിൻ്റെ നിറവിൽ കാണുന്നില്ല. എങ്കിൽ ഇന്ന് പകല് ദേവാലയം പണി എന്നുള്ള ആ ദൂത് അകത്ത് കയറ്റിയാൽ മതി. നീ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് നിന്ന് തന്നെ നന്മ ഒഴുകും. ഹല്ലേലൂയ. 2ാം അധ്യായത്തിലേക്ക് ഓടി കയറിയില്ല, നിങ്ങൾ വീണ്ടും വിഷമിക്കും. വായിക്കേ. അതെന്തുകൊണ്ട് എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെയും അടഞ്ഞിരിക്കുന്നു. ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും
എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അകത്തത്ര പേരുടെ ഉള്ളിൽ ചൂട് കൊള്ളുന്നുണ്ട്. ഇവര് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് പോലെ അതിന് മുമ്പത്തെ മെസ്സേജ് പോലെ ഏറ്റുകൊണ്ട് പോയാൽ ഇതിനെ സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടോണം. ഒരാലയം പണിയാനുള്ള, ഒറ്റ ആലയം പണിയാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒറ്റ ആലയം ഈ ഭൂമിയേക്കാളും ദൈവത്തിന് വിലയുള്ളതാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. നശിച്ചു പോകുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് ഏറ്റവും വിലയുള്ളതാണ്. അതുകൊണ്ട് ആദ്യത്തെ ഡെലിവറൻസ് ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് കൈമാറിയത് ഞാൻ പറഞ്ഞുകൊണ്ട് പാടിയതല്ല, ഇവരാ പാടിയത്. പാട്ടിനകത്ത് പാടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു മിഷൻ ചലഞ്ച് നിങ്ങളുടെ മേൽ സംഭവിക്കുകയാണ്. നിങ്ങൾ അറിയാതെ യേശുവിനെ റിവീൽ ചെയ്യുന്ന സാക്ഷിയാകാൻ പോവുകയാണ്. യേശുവിനെ ഒന്ന് പറഞ്ഞാൽ മതിയെന്ന് ആ ദൈവകൃപ ഫ്രീ ആയിട്ട് വെളിപ്പെടുകയാണ്. ചിലയിടത്ത് പ്രയാസം ഉണ്ടാകും, പക്ഷേ ആദ്യം ഒന്ന് നാണം കെട്ട് ഒന്ന് പറയാനുള്ള താല്പര്യം ഉണ്ടായാൽ മതി, ദൈവം നിന്നെ മാന്യനാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും വിളി ഇമ്പോർട്ടൻ്റ്. ഒന്ന് പറഞ്ഞാട്ടെ, വിളിക്കകത്ത് നമ്മൾ റൂട്ടഡ് ആയാൽ ഈ പറഞ്ഞ അനുഗ്രഹം വരും. വിളി ഉദ്ദേശം സംബന്ധിച്ച് കണക്റ്റഡാ. ദൈവ ഉദ്ദേശം സംബന്ധിച്ച് ദൈവം വിളിച്ചത് എൻ്റെ ഉദ്ദേശം എന്നിൽ നടപ്പിലാക്കാനല്ല, എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നിൽ. കേൾക്കുന്നുണ്ടോ? ദൈവ ഉദ്ദേശം എന്നിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ആ പർപ്പസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആ പർപ്പസ് ആണ്. പർപ്പസ് ഇല്ല. ഈ ബൈബിളിൽ ഒരു ഭൂമിക്കൊരു നിയമം ദൈവം വെച്ചിട്ടുണ്ട്, കടലിനൊരു നിയമം വെച്ചിട്ടുണ്ട്, അന്തരീക്ഷത്തിനൊരു നിയമം വെച്ചിട്ടുണ്ട്, നമുക്കും ഒരു നിയമം വെച്ചിട്ടുണ്ട്. നമുക്കത് തെറ്റിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അതായി പ്രശ്നം. ഇവിടെ ഈ ഓരോ കാലഘട്ടത്തിലും ഭൂമിക്കൊരു നന്മ ജനത്തിന് കൊടുക്കാനുണ്ട്. ദൈവം അതിനെ അറുതി വെച്ചിരിക്കുക. കാര്യം എന്നറിയോ? ഇവരെല്ലാം സ്വന്തമായിട്ട് തിരിഞ്ഞിരിക്കുക. ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ തലയ്ക്ക് മീതെ വലിയൊരു വർധനവിന്റെ അഭിഷേകമുണ്ട്. പക്ഷെ ചേഞ്ച് ചെയ്യണം മനസ്സ്. പക്ഷെ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഹല്ലേലൂയ. മുൻപേ അവന്റെ രാജ്യവും നീതിയും, അതാ പർപ്പസ്. വിളിയുടെ പർപ്പസ് എന്താ? മുൻപേ അവന്റെ രാജ്യവും നീതിയും, അതോടുകൂടെ സകലതും. ആമേൻ. എല്ലാവരും പ്രസംഗിക്കുന്നത് പോലെ അല്ല ഞാനിത് പ്രസംഗിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും, ചില ഭാഷന്മാർ ഇവിടെ ഒരു ജീവിതം ഇല്ല അവിടെ ഒരു ജീവിതം ഉണ്ടെന്നാ പറയുന്നത്. ചിലർ പറയുന്നത് ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി, സൗഭാഗ്യത്തിന് വേണ്ടി അല്ല, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടി സകല പ്രൊവിഷനും വെളിപ്പെടുന്നത്. ദൈവരാജ്യത്തോട് കൂടെ മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ബിക്കോസ് യു ആർ എ സെപ്പറേറ്റഡ് പീപ്പിൾ. നീ കർത്താവിനായി വേർതിരിക്കപ്പെട്ടവനായതുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാകണം. അതിനുവേണ്ടി മാത്രം ദൈവം പുറത്തിറക്കിയ ആൾക്കാരാണ് നിങ്ങൾ. ശ്രദ്ധിക്കുന്നുണ്ടോ എത്ര പേര്? അങ്ങനെ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇവർ ഈ ദേവാലയത്തെ പണിതു. ഇവർ ഈ ദേവാലയത്തെ, ഞാൻ ഇടയ്ക്കത്തെ ഭാഗമൊക്കെ അങ്ങ് മിസ് ചെയ്യുവാണ്. ഈ ദേവാലയത്തെ ഇവർ പണിതു. ഇവരുടെ മനസ്സിനെ ദൈവം ഉണർത്തി. ഇന്ന് ഞാൻ നിങ്ങളുടെ മനസ്സിനെ ദൈവശബ്ദത്താൽ ഉണർത്തിയതുപോലെ ദൈവം അവർക്ക് ഒരു തീ ഇട്ട് കൊടുത്തു. ദൈവത്തിന്റെ തീ ഇട്ട് കൊടുത്തു. മോനച്ചാ, തീ എവിടെ വീണ്? ആരുടെ വീണ്? ഈ പുരോഹിതനും ഈ രാജാവിനും അകത്ത് വീണ്. ഇവര് ദേവാലയം പണിതു. എന്നിട്ടാണ് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരുന്നത്. ആ പണിത ദേവാലയത്തെ നോക്കി ദൈവം പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. 3-ാം വാക്യം, 2:3. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഈ ദേവാലയത്തിന്റെ ആദ്യ മഹത്വം കണ്ടവരാരേലും?
ആദ്യം മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിക്കുന്നു അവശേഷിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കി, നിങ്ങളെ കുറിച്ച് തന്നെ വല്ല അഭിപ്രായമുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ദേവാലയത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പഴയ ദേവാലയം പോലെയാണോ ഇരിക്കുന്നത്? നിങ്ങൾ ഇറങ്ങി വന്നപ്പോ ഉണ്ടായ സാധനമൊക്കെ ഇപ്പോഴും ഉണ്ടോ? CSIയിൽ നിന്ന് ഒരു ഭയങ്കര ദൈവിക ഉദ്ദേശത്തോടെ ദൈവം തള്ളിയിറക്കിയപ്പോ ഉണ്ടായ ആ ഒരു ആത്മാവ് ഇപ്പൊ ഉണ്ടോ? എനിക്ക് ഇത് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നോട് വന്നപ്പോൾ ഓരോരുത്തർക്കും അവസരം കൊടുക്കുവാണ്. ഞങ്ങൾ 28 പേരാണ് പഠിക്കാനിറങ്ങി. ഗ്രാജുവേറ്റ് ചെയ്യാൻ 10 പേരെ ഉള്ളായിരുന്നു. ബാക്കി എല്ലാം ഇടവഴിയായിട്ട് പോയി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ശുശ്രൂഷിക്കാൻ പോയപ്പം എൻ്റെ കൂടെ വരെ സെക്കൻഡ് ഇയർ വരെ പഠിച്ച BTH പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ്, MD അല്ല BTH പഠിച്ചോണ്ടിരിക്കുക, ഒരു മനുഷ്യനെ കണ്ട്. അവൻ എന്നെക്കാളും ഭയങ്കര ക്വാളിറ്റി ഉള്ള മനുഷ്യനായിരുന്നു. അവൻ കാണാൻ മിടുക്കനായിരുന്നു. എൻ്റെ പ്രസംഗമൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ വാവ് വിളിച്ച് നിന്നിട്ടുണ്ട്. പിന്നെ പ്രസംഗം 2ാം വർഷമൊക്കെ ആ ഒരു പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയ 4ാം വർഷമാണ്. 4ാം വർഷത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഈ 2ാം വർഷമൊക്കെ ഇതും അസാധാരണ പ്രസംഗമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് വളരെ പ്രയാസം തോന്നി. എൻ്റെ മീറ്റിംഗ് കൂടാൻ വേണ്ടി ഞാനവിടെ പ്രസംഗിക്കുന്ന കാണാൻ വേണ്ടി അവൻ പുറകെ വന്നിരിക്കുക. ആകെ തകർന്ന് തരിപ്പണമായി. അവനോട് ചോദിച്ചു, നീ എത്ര കല്യാണം കഴിച്ചു? ഞാൻ പറയും 3 പിള്ളേരുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. ഭയങ്കര അധികം ഇടയ്ക്ക് വെച്ച് അവൻ തിരിഞ്ഞുപോയി. കഴിവുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വലിയ സംഭവമൊന്നും ആയില്ലേലും ആ റൂട്ടിലൂടെ പോകുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയി. ഞാൻ ആലോചിച്ച് ഇച്ചിരൂടെയൊക്കെ നന്നായിട്ട് പ്രയത്നിക്കാമെങ്കിൽ ഞാൻ വല്ലയിടത്തൊക്കെ എത്തായിരുന്നു. എൻ്റെ കാര്യമാണ്. ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ സാറ് എന്താകാൻ ആഗ്രഹം? അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാ. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം. അതെ, ഭയങ്കര ആവേശം കിടക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, അവിടെ നല്ല കുപ്പായമുള്ള അച്ഛന്മാരുണ്ടായിരുന്നു, നല്ല വിശാലമായ ഹോളുണ്ടായിരുന്നു, കാണാൻ ഭംഗിയുള്ള. ഇതെല്ലാം വിട്ടിട്ട് ആത്മാവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ആ ഒരു അകത്തുള്ള പ്രവണത ഇപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇപ്പോൾ ഉണ്ടോ അത്? നിങ്ങളെക്കുറിച്ച് ഇവിടെ ചോദിക്കുക. ഇപ്പോൾ വായിച്ചേ, റിങ്കൊന്ന് വായിച്ചേ. ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ആലയത്തിന്റെ പഴയ മഹത്വം കണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ശലോമോൻ പണിതിറങ്ങിയ ദേവാലയം, ആ ദേവാലയത്തിനകത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വരും. ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ എല്ലാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾക്കകത്തേക്ക് ചിതറിക്കിടക്കുന്നവർ ആ ദൈവമഹത്വം കാണാൻ വേണ്ടി ഓടിക്കൂടും. യേശുവിന്റെ കാലഘട്ടത്തിലേക്കത്തെ വരുമ്പോൾ മഹത്വം ഒന്നുമില്ല, കൂട്ടം മാത്രമേ ഉള്ളൂ. കൂട്ടം മാത്രമേ ഉള്ളൂ. മർക്കോസിന്റെ മാളികമുറിയിൽ ഇവർ കൂടി വരുന്ന ദിവസം ഇങ്ങനെ കൂടിയ ദേശത്തിന്റെ 4 കോണിൽ നിന്ന് ജനം ഓടിക്കൂടിയ ഒരു സ്ഥലമാണ് യെരൂശലേം എന്ന് പറയുന്നത്. പക്ഷെ അന്ന് തലേ വർഷം വരെ കൂടിയ ആൾക്കാര് അവിടെ കൂടാതെ ഈ മർക്കോസിന്റെ മാളികക്കകത്ത് കൂടിയിരുന്നു. അന്ന് ഇറങ്ങിയത് അതിനകത്തായിരുന്നു. അന്ന് ആ മഹത്വം ഇറങ്ങിയത് അതിനകത്തായിരുന്നു. ഒരു തിരിവ്, ഞാനത് പ്രവചിച്ചിട്ട് പിടിക്കുക നിങ്ങള്, ഒരു തിരിവ് സഭയ്ക്ക് സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. ശലോമോൻ ഉണ്ടാക്കിയ ദേവാലയത്തിനകത്ത് വെളിപ്പെട്ട ദൈവമഹത്വം ആത്മാവിന് വേണ്ടി വെയിറ്റ് ചെയ്ത, വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത 120 പേരുടെ മേൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. സാധാരണക്കാരും സാമാന്യരുമായ ജനത്തെ അസാധാരണക്കാരും അസാമാന്യരുമാക്കി മാറ്റുന്ന, അന്ന് വരെ ആലയത്തിന്റെ പുറത്ത് വെളിപ്പെട്ട ദൈവമഹത്വം ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്കും ഓരോ വ്യക്തിക്കും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ വരുമെന്ന പരുവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ ദേവാലയമാക്കി ഇറങ്ങി വന്നു. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്, ആത്മാവിൽ ചോദിക്കാൻ ആഗ്രഹിക്കുക, ആ മഹത്വത്തോടെ ഒന്ന് കാണാൻ, ഒരിക്കൽ കൂടിയെങ്കിലും ഒന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
ശബല ഖറമന തലമന വൈഡമന കലമറ ഗജലമൗഷ പ്രഭാതനാർദ്ധര ലബ്ര ചലറ ബൗഷ പ്രഭാതിയാർ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ദൈവത്തിന്റെ താക്കോല് വിതരണം ചെയ്യുന്ന ദിവസമായിരുന്നു. നിന്റെ മേലത് വെളിപ്പെടും. 120 പേര്. ഇത് പിടിക്കാമെങ്കിൽ പിടിച്ചോണം. ഞാനത് റിലീസ് ചെയ്യുക. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുക, ഹഗ്ഗായി പ്രവാചകനെ പോലെ. നിങ്ങളത് കയറി പിടിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർത്തുക. ഞാൻ ആത്മാവിൽ നിങ്ങളെ ഉണർത്തുകയാണ്. ഹല്ലേലൂയ. 120 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു താക്കോലിനെ കുറിച്ച് അരുളപ്പാടുള്ള ഒരുവൻ അതിനകത്തിരിപ്പുണ്ട്. എൻ്റെ പേര് പത്രോസ് എന്നാ. അവനാണ് അതിൻ്റെ കീയെ തുറക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിന് ആ വീണതെന്നാന്ന് അറിയത്തില്ല. പക്ഷെ ആത്മാവ് വന്നപ്പോൾ ഈ മനുഷ്യൻ ഇറങ്ങി നിന്ന് ഒറ്റ പ്രസംഗം 3000 എണ്ണ അകത്ത്. ഓ ഓ ഒരു തിരിവ് സഭയുടെ മേൽ, ലീസ്റ്റ് പവർ ജനത്തിന്റെ മേലത് വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ യേശുവിനെ കുറിച്ച് കിംവദന്തികളും യേശുവിനെ കുറിച്ച് പല പല ആരോപണങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ചോദ്യം, ഇവരെല്ലാവരും എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ചിലർ പറയുന്നു, നിന്റെ അടയാള പ്രവർത്തികൾ കൊണ്ടും പ്രവചന ശബ്ദങ്ങൾ കൊണ്ടും നീ യിരെമ്യാ പ്രവാചകനെ പോലെ ഒരു ശക്തനായ പ്രവാചകനാണെന്ന് ഈ ജനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിനെ പോലെ നീ ആകുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. തിരിഞ്ഞ് പത്രോസിന്റെ മുഖത്ത് നോക്കി ഒറ്റ ചോദ്യം, നീ എന്താ? നിന്റെ അഭിപ്രായം എന്താ? ഞാൻ ആരാണെന്നാ നിന്റെ ബോധ്യം? ഒറ്റ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒട്ടും മടിക്കാതെ ഒരു ദൈവശബ്ദം ഉയരത്തിൽ നിന്ന് പ്രാപിച്ച് യേശു പത്രോസിന്റെ തലയ്ക്ക് മീതെ അടിച്ചേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ. പത്രോസേ, നീ എന്ന പാറക്കഷ്ടത്തിനകത്ത്, നീ എന്ന ബലഹീനനകത്ത് ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോവുക. ഞാൻ ആ താക്കോൽ ഇന്ന് പകല് വാഗ്ദാനമായി നിന്റെ തലയ്ക്ക് മീതെ വരികയാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ യെരൂശലേം ദേവാലയത്തിനകത്തേക്ക് ഓടിക്കൂടിയ ജനം ഉയർന്നു പൊങ്ങുന്ന ശബ്ദം കേട്ടിട്ട് ഓടിക്കൂടി. എല്ലാ വർഷവും ഇറങ്ങി വരുന്ന ദേവാലയത്തിനകത്ത് മഹത്വം ദർശിക്കാതെ ആ മഹത്വത്തിന് പകരം വലിയൊരു ആരവാരവം, ശരീരത്തിനകത്ത് മഹത്വം വെളിപ്പെട്ട ജനത്തിന്റെ അകത്ത് നിന്ന് ദൈവാത്മാവിൽ പുറത്തു വരുമ്പോൾ 13 രാജ്യങ്ങൾക്കകത്ത് നിന്ന് കൂടി വന്ന ജനം ആ ദേശത്ത് ഒരുമിച്ച് കൂടി അവരോടായ ഒരു ദൈവ ശബ്ദം അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുമ്പോൾ ആ താക്കോൽ അവിടെ ഉപയോഗിക്കപ്പെടുക. ഒറ്റ പ്രസംഗത്തിൽ 3000 അകത്ത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആളില്ല എന്നോർത്ത് പറയപ്പെടണ്ട. പക്ഷെ നിന്നെ ദൈവം ഏറ്റവും ശക്തമായ ഒരു ആയുധമായി മെനഞ്ഞുകൊണ്ടിരിക്കുക. നീ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത നിങ്ങൾ കാണിച്ചിരിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിയോഗിക്കപ്പെട്ട ഭരണകർത്താക്കൾ, നിയോഗിക്കപ്പെട്ട പട്ടാളക്കാർ നിവർന്നു നിൽക്കുന്ന ഏലാത്താഴ്വരയുടെ കോണിനകത്ത് ആയുധധാരിയല്ലാത്ത അകത്ത് അഭിഷേകമുള്ള ഒരു മനുഷ്യൻ വരുമ്പോൾ ജനത്തെയും ദൈവത്തെയും പഴിക്കുകയും ദുഷിക്കുകയും പ്രാകുകയും ചെയ്ത ഗോലിയാത്തിനെ സഹിച്ചു നിൽക്കുവാൻ പൊക്കക്കുറവുള്ള വലിപ്പമില്ലാത്ത ദാവീദിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ശൗലിന്റെ ഹല്ലേലൂയ പഴച്ചട്ട പറിച്ചിടാതെ തനിക്ക് ലഭിച്ച അധികാരവും അഭിഷേകവുമായി ആ ഗോലിയാത്തിന്റെ നേരെ ചെല്ലുമ്പോൾ ഗോലിയാത്തിന്റെ ശബ്ദം, നീ എൻ്റെ നേരെ ഒരു പട്ടിയുടെ നേരെ വരുന്നത് പോലെ, നായുടെ നേരെ വരുന്നത് പോലെ വരുന്നു എന്ന ചോദ്യം തീരുന്നതിന് മുമ്പ് അകത്ത് വെളിപ്പെട്ട അഭിഷേകം, തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം, തൻ്റെ ആയുധം അത് കല്ലിന്മേൽ തൊടുത്തു വിടുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന ശത്രുപാളയത്തിനകത്തെ ഗോലിയാത്തിന്റെ തല തകർത്തുകൊണ്ട് ആ കല്ല് പുറപ്പെടുവിട്ടെങ്കിൽ ഇന്ന് പകല് ആയുധധാരികളായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുക. വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് നിന്ന് ഹല്ലേലൂയ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു തലമുറ പുറത്തു വന്നിരിക്കും. കോംപ്രമൈസ് ചെയ്യാത്ത, ഗോലിയാത്തിനോട് കോംപ്രമൈസ് ചെയ്യാത്ത, ഫെലിസ്ത്യൻ സൈന്യത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത, ഹല്ലേലൂയ ഈ രാജാവാണെന്ന് പറഞ്ഞു ഒളിച്ചിരിക്കാത്ത, മാറി നിൽക്കാത്ത ഒരു തലമുറയെ ദൈവം അധികാരത്തിലേക്ക് കൊണ്ടുവരും.
ഇത് മുണ്ടക്കയത്തോട്ടുള്ള ശക്തമായ പ്രവചന ശബ്ദമാണ്. അല്ലെങ്കിൽ സൽമോൻ എന്ന പ്രവാചകൻ മുണ്ടക്കയത്തോട് പ്രവചിക്കുന്ന പ്രവാചക ശബ്ദമാണ്. ഒരു തലമുറ കോംപ്രമൈസ് ചെയ്യാതെ വേണം ഹല്ലേലൂയ പുറത്തു വന്നിരിക്കും. വെറുതെ അല്ല, 8 പേരുടെ തലയ്ക്ക് മീതെ രാജാവിന്റെ തൈലം എടുത്തുയർത്തുവാൻ ശമൂവേൽ പ്രവാചകൻ ഒരുങ്ങിയിട്ടും ഇവനല്ല എന്ന് പറഞ്ഞ് ദൈവം ശമൂവേലിന്റെ മനസ്സിനെ തടഞ്ഞതിന്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. വനാന്തരത്തിലാണെങ്കിലും ആട്ടിടയനാണെങ്കിലും അവന്റെ മേലാണ് ദൈവത്തിന്റെ അധികാരം വരുന്നത്. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെ ഒരു തലമുറ റിവീലാകാൻ സമയമായിരിക്കുന്നു. അങ്ങനെ ഒരു തലമുറ പുറത്തു വരാൻ സമയമായിരിക്കുന്നു. വർഷങ്ങൾ കൊണ്ട് മടിപിടിച്ചതും വർഷങ്ങൾ കൊണ്ട് ഒതുങ്ങി നിന്നതുമായ അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് പുറത്തു വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത നിലവാരത്തിലൊരു ജനറേഷനെ ദൈവത്തിൻ്റെ ആത്മാവ് കോംപ്രമൈസ് ചെയ്യാത്ത, ശത്രുപാളയത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു തലമുറ പുറത്തു വരും. ശൗൽ പറയും, എന്നോട് പോരാടുന്ന ഒരു ശത്രുവുണ്ട്. ശൗൽ പറയും, അവന്റെ വലിപ്പം വലുതാണ്. അവൻ ഇന്ന് വരെ ഉള്ളതിനേക്കാളും ഈ ദൈവജനത്തിനൊരു പേടിയാണ്. ഹല്ലേലൂയ. പക്ഷേ ദാവീദ് പറയും, ഇല്ല, എൻ്റെ പോക്കറ്റിനകത്ത് കിടക്കുന്ന ഒരു കല്ലിൻ്റെ ആയുസേ ഉള്ളവന്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇവിടെ കടന്ന് ഇത്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ഈ സാത്താനെ ഹല്ലേലൂയ വെട്ടാൻ വേണ്ടി ഒരു ചങ്ങലയും അധികാരവുമായിട്ട് ഒരു ദൂതനെ ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആരാ? ഒരു ദൂതനെ നേരത്തെ അപ്പോയിന്റഡാ. ഒത്തിരി പേരെയല്ല, ഒരു ദൂതനെ. ഉള്ള പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്കിങ്ങനെ പറയാം, പേര് പറയാൻ പറ്റാത്ത വലിയ പേരൊന്നും ഇല്ലാത്ത ഒരു ദൂതൻ ഇറങ്ങും. അവസാനം അവൻ്റെ കൈക്ക് ഈ സാത്താനുള്ളു. പക്ഷെ അതിനേക്കാളും വലിയ അധികാരം പകർന്ന സഭയാണ് നിങ്ങൾ. ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്കായി സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രോമിസ് ഉണ്ടെന്ന് കൂടി ഞാൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ഉണ്ടെന്നല്ല, നിങ്ങൾക്ക് അധികാരം ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, എൻ്റെ മെസ്സേജ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കേൾക്കാൻ മനസ്സുള്ളവർ, ബൈബിളിൽ പറയുന്നത് ചെവിയുള്ളവൻ കേട്ടുകൊണ്ടിരിക്കുക, എപ്പോഴും എൻ്റെ ശബ്ദം ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ആലയത്തിന്റെ ആദ്യ മഹത്വം, ആ മഹത്വത്തോടെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? എന്ത് തോന്നേ? ഏതും ഇല്ലാത്തതുപോലെ നിരാശ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ എന്ത് കിടക്കുക? ഏതും ഇല്ലാത്തതുപോലെ വിട്ടുകളഞ്ഞെന്നാണോ? ദൈവം വിട്ടുകളഞ്ഞെന്നാണോ? അല്ല. ദൈവം തന്റെ പ്ലാൻ അവസാനിപ്പിച്ചെന്നാണോ? അല്ല. ഏതുമില്ലാത്തതുപോലെ വായിച്ചു. ഇപ്പോഴോ സെരുബാബേലേ, ധൈര്യപ്പെടുക എന്ന യഹോവയുടെ അരുളപ്പാട്. ഇവിടുത്തെ വാക്കാണ്. ഒരാൾക്കുണ്ട്, 2 പേരോട്, യോശുവായോടും സെരുബാബേലിനോടും. ഞാൻ ആ പേര് പറയാതിരുന്ന, ഇവരുടെ പേര് പറഞ്ഞൊരു ദൂതുണ്ട്, അത് പിന്നെ പറയാം. സെരുബാബേലിനോടും യോശുവായോടും ഒരേ ദൂത്, ധൈര്യപ്പെടുക. ഞാൻ ഇനി ഇന്നത്തെ ആക്യുറേറ്റഡ് പ്രൊഫസിക്കൽ, ദൈവം എന്ന് പറഞ്ഞ പ്രൊഫസിക്കൽക്കകത്തേക്ക് ഞാൻ വരാം. ഒന്ന്, ധൈര്യപ്പെടുക എന്നുള്ളതാണ്. അവിടെ പറയുന്നത് ഈ ദേവാലയത്തിന്റെ റീബിൽഡിങ്ങിന് വേണ്ടി, ഒന്ന് പറഞ്ഞാടെ റീസ്റ്റാർട്ടിങ്ങിന് വേണ്ടി, ഒരു റീകണക്ഷന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചത് ഈ 2 പേരെ മാത്രമല്ല, ഒരു കൂട്ടത്തെയും കൂടെയാണ്. ഇവരെ 2 പേരെ മാത്രമല്ല, കുറച്ചു പേര് സ്വന്തം ആലോചനകൾക്കും ചിന്തകൾക്കുമായി മാറിയിരിക്കുന്നു. കുറച്ചു പേര് ഇതിന് തയ്യാറല്ലെന്ന് പറയുന്നു. കുറച്ചു പേർക്ക് ഈ മഹത്വം എന്താണെന്ന് അറിയാൻ മേലാതെ കിടക്കുന്നു. അതിനകത്ത് ദൈവം 2 പേരെ ഉണർത്തി, അവരെ ധൈര്യപ്പെടുത്തി. അവരോട് ആയിട്ട് പറയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടരൂടെ നിന്റെ കൂടെ കൂടാൻ പോവുക. ഇതൊരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്. ഈ ആലയം പണിയാൻ വേണ്ടി ഒറ്റയ്ക്കല്ല,
ഒരു കൂട്ടം കൂടെ. ആദ്യത്തെ പ്രൊഫറ്റിക്കൽ ശബ്ദം ഞാൻ പറയാം. രാജാതി രാജാവ് ദേവാലയം പണിയാനുള്ള പെർമിഷൻ കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ശബ്ദം. ആ പെർമിഷൻ കിട്ടിയത് ദൈവം ഉണർത്തിയ മനസ്സുകൾ അവർ രാജാവിനോട് ചോദിച്ചപ്പോഴാണ്. മനസ്സിലായോ? ഈ രണ്ടുപേര് രാജാവിനോട് പോയി ചോദിച്ചപ്പോഴാണ് പെർമിഷൻ കിട്ടിയത്. രാജാവ് വിടുവോ ഇല്ലയോ? ദൈവം അല്ല, രാജാവ് ദാര്യാവേശ. രാജാവിന് കമാന്ന് വേറൊരു അക്ഷരമില്ല. തയ്യാറാകുക, പുറപ്പെടുക. ഇപ്പൊ രാജാവ് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് അവർ സ്വന്തം വീട് പണിത് സ്വന്തമായി തട്ടിട്ട വീടിനകത്ത് വസിച്ചോണ്ടിരിക്കുക. ഒഴുക്കും മട്ടിൽ ഒരു ദേവാലയവും പണിതിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന നന്മ ഈ ഒഴുക്കും മട്ടിൽ പണിതിട്ടാൽ കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ അതിൻ്റെ മഹത്വത്തോടെ പണിയണം. ദേവാലയം അതിൻ്റെ മഹത്വത്തോടെ പണിയണം. അവരോട് വായിക്കുകയാണ്. ആയിട്ട് വായിച്ചു നിർത്താം നമുക്ക്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഭൂമിയും കടലിനെയും കരയും ഇളക്കും. മേലിൽ 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഞാൻ വറുതി വെച്ചിരിക്കുന്നു. എന്താണ്? നിങ്ങളുടെ മേലേക്ക് നന്മ വെളിപ്പെടാതെ വേണം ഞാൻ ഇതിനെല്ലാം അറുതി വെച്ചിരിക്കുക. ഇതെല്ലാം അവിടെ ഇരിക്കുക, ഇതെല്ലാം. പക്ഷേ നിങ്ങൾ പണിയാൻ തയ്യാറാണെങ്കിൽ ദൈവം ആകാശത്തെ ഇളക്കും. അമേൻ. വരാത്തതിന് ഇളക്കി ഇടുമെന്നാ പറഞ്ഞു. നിങ്ങൾ ഓർത്ത് ഭൂകമ്പം ഉണ്ടാകുന്നതിനെ കുറിച്ച് അല്ല, ഇതത് വേറെ സംഭവമാണ്. അപ്പം നന്മ ഉണ്ട്, ഇല്ലെന്നല്ല, നന്മ ഉണ്ട്. ഉദ്ദേശം തെറ്റിപ്പോയത് കൊണ്ട് റിലീസാകാതെ കിടക്കുക. ഉദ്ദേശം തെറ്റിപ്പോയത് കൊണ്ട് പുറത്ത് വരാതെ അല്ലേ? പത്മാൻറ്റി മനസ്സിലായോ? ആയിരങ്ങളെ പിടിക്കാനുള്ള അഭിഷേകമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഉണ്ടെന്ന് ആനി ഒന്ന് കൈ കൊടുത്താൽ മതി, കിട്ടും. സാക്ഷ്യത്തിനകത്ത് എന്താ കുഴപ്പമുണ്ട്? യേശു എന്ന വിറ്റ്നസിനകത്തൂടെ ആയിരങ്ങളെ പിടിക്കാനുള്ള അഭിഷേകമുണ്ട്. ആർക്കുണ്ട്? സൽമാൻ പാസ്റ്ററിന് അല്ല, പത്മാനിക്ക്. അമേൻ. ഓ, പത്മാനിയുടെ കാര്യം എല്ലാവർക്കും ഉണ്ട്. ശില്പേ നിനക്കും ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ സത്യം പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ കാര്യമൊന്നും മിണ്ടാതിരിക്കുക. അവർ ഓരോ ആഴ്ച നേടിക്കൊണ്ട് വരുന്ന പിള്ളേർ എൻ്റെ അടുത്താണ് കൊണ്ടിരുന്നത് വചനം പഠിപ്പിക്കാൻ, എൻ്റെ അടുത്താണ് കൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടിരുന്നത്. ഞാനാ അവരെ ബുദ്ധി ഉപദേശിക്കുന്നത്. അവരെല്ലാം എൻ്റെ സ്പിരിച്വൽ ഡോക്ടേഴ്സ്, സ്പിരിച്വൽ കുഞ്ഞുങ്ങളായി മാറുകയാണ്. വചനം അറിയാവുന്നവർ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഒരു ഹോസ്റ്റലിൽ 1 മാസം ഒരുമിച്ച് താമസിച്ചു എന്നുള്ളതാണ്. ഒരു ബസ് ഒരുമിച്ച് യാത്ര ചെയ്തു എന്നുള്ളതാണ്. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം ഒളിപ്പിച്ചിട്ടുണ്ടല്ലേ. ഹല്ലേലൂയ. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ ഒരു ഭരണകർത്താവ് ദൈവത്തിലേക്ക് തിരിയുകയാണ്. യാത്രക്കിടയിൽ ഒരു സ്നാനം, യാത്രക്കിടയിൽ ഒരു വെളിപ്പാട്, യാത്രക്കിടയിൽ ഒരുവനെ ദൈവരാജ്യത്തിലേക്ക് നേടുന്നു. ആമേൻ. ഒരു ഭരണകർത്താവിനെ നേടാൻ വേണ്ടി ആ ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ആമേൻ, ഇന്ന് പകരം ഞാൻ പറയാം, നിങ്ങളുടെ ഇടപാടുകൾക്കകത്ത് ഡെയിലി കാണുന്നവരെ തിരിക്കാനുള്ള ഒന്ന് ദൈവം ഇട്ടിട്ടുണ്ട്. പക്ഷെ വീക്ക്നെസ് ആകാൻ പറ്റുമോ? കർത്താവിന്റെ സാക്ഷിയാകാൻ പറ്റുമോ? ഈ വേടിന്റെ അനുമാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിനക്ക് ദേവാലയം പണിയാൻ പറ്റുമോ? ഹല്ലേലൂയ. നിനക്ക് ദേവാലയം പണിയാനുള്ള ആഗ്രഹമുണ്ടോ? ഒന്ന് പണിതാൽ മതി, പിന്നെ തന്നെ പണി നടന്നോളൂ. ചലഞ്ച് ചെയ്യുക. സഭയെ ഞാൻ ചലഞ്ച് ചെയ്യുക. പാസ്റ്റിന് എന്നാ പണിന്നല്ലേ? എനിക്ക് എന്റെ പണിയാ ഇത്. ചലഞ്ച് ചെയ്യുക.
വായിച്ചേ. ഞാൻ ഈ ഏതൊരു ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല. ഞാൻ പയ്യെ വായിച്ച് മുന്നോട്ട് പോകട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. കുറഞ്ഞൊരു വായിച്ച 6-ാം വാക്യം. ഇനി കുറഞ്ഞുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു. അന്നേരം ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ വായിക്കണേ. ഞാൻ ആകാശത്തെ ഇളക്കും. ഒന്ന് പറഞ്ഞേ. ആകാശത്തെ. നിങ്ങൾക്ക് അത് ഇതുവരെ കിട്ടിയില്ല എന്നാണെന്ന്. ഞാൻ ഒന്നുകൂടെ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ആകാശത്തെ ഇളക്കും. ആകാശത്തിന്റെ നന്മ നിന്നിലേക്ക് വരും. ഇത് പറഞ്ഞാലേ നിങ്ങൾ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. ആകാശത്തിന്റെ ഈ കുറച്ചുകൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. ആകാശത്തിന്റെ നന്മ വരും. ഞാൻ ഭൂമിയെ ഇളക്കും. ഞാൻ സമുദ്രത്തെ ഇളക്കും. ആമേൻ. ഒന്ന് വായിച്ചു വിട്ടു. ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളെയും ഇളക്കും. ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. സകല ജാതികൾക്കകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു മനോഹര വസ്തു ഉണ്ട്. ആമേൻ, ആമേൻ. അത് വരുമെന്ന്. ആമേൻ. സുത്രം. ഞാൻ കൊണ്ടുപോളാം. അവരെന്നെ ലക്ഷക്കണക്കിന് കാശുമായിട്ട് വരുമെന്നല്ല പറഞ്ഞേ. ദൈവം അവരുടെ അകത്തിട്ടൊരു മനോഹര വസ്തു ഉണ്ട്. അവരുടെ അകത്തുനിന്ന് ആ മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന സൈന്യങ്ങളുടെ അർത്ഥമുണ്ട് അതിനകത്ത്. പഴയ നിയമത്തിൽ അവരുടെ സമ്പത്താണ്, പുതിയ നിയമത്തിൽ അവരുടെ അകത്തിട്ടിരിക്കുന്ന അന്തരംഗമാണ്. പഴയതിനേക്കാളും മഹത്വപൂർണമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പഴയതിനേക്കാളും ശക്തിയുള്ളവരായി തീരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇതെന്റെ മെസ്സേജ് അല്ല. ഞാൻ പ്രിപ്പയർ ചെയ്തൊരു മെസ്സേജ് അല്ല ഇത്. എന്റെ ഒരു ബുക്കിനകത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ഇല്ല. പ്രൊഫറ്റിക്കൽ വേർഡ്. ഞാൻ ആകാശത്തെ ഇളക്കാൻ പോവാ. എന്തിനു വേണ്ടിയാ? ഇപ്പോൾ ഉള്ളതിനേക്കാളും മുമ്പുള്ളതിനേക്കാളും മഹത്വതരമായ ഒരു ആലയം ബിൽഡിങ്ങിന് വേണ്ടി അവൻ ആകാശത്തെ ഇളക്കാൻ പോവുക. അവൻ കരയെ ഇളക്കാൻ പോവുക. എന്തിനു വേണ്ടിയാ? ഇപ്പോൾ ഉള്ളതിനേക്കാളും മഹത്വകരമായ ഒരാലയ നിർമ്മാണത്തിന് വേണ്ടി അവൻ ആകാശത്തെ ഇളക്കും, കരയെ ഇളക്കും. അവൻ ജാതികളെ ഇളക്കും. ഒന്നുകൊണ്ട് ഒരു ഭാഗമുണ്ട്. വെള്ളി എനിക്കുള്ളത്. അല്ല, അതിന് മേലുണ്ടല്ലോ. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സകല ജാതികളുടെയും ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന്. ഒന്ന് പറ. പിന്നതിനേക്കാളും വലിയ മഹത്വമുള്ള ദേവാലയം. അതിനകത്തൊരു മിസ്റ്ററിയായ മെസ്സേജ് മറച്ചിട്ടിട്ടാണ് നിൽക്കുന്നത്. യു ആർ ദ ചർച്ച്, യു ആർ ദ ടെമ്പിൾ. നീ അണ്ടത്തിനേക്കാളും മഹത്വമുള്ളതായി തീരും. ആ മഹത്വം അകത്ത് കിടക്കുന്ന ആത്മാവാ. ആ ആത്മാവ് നിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് വന്നാൽ ഇത് വ്യക്തിപരമായി ചിന്തിക്കാം, ദേശപരമായി ചിന്തിക്കാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ ബ്രൈറ്റ് ആകാൻ പോവാ. എങ്ങനെയാ ബ്രൈറ്റ് ആകുന്നത്? നീ തേജസ് ഉള്ളവനായി തീരാൻ പോവാ. എങ്ങനെയാ തേജസ് ഉള്ളവനായി തീരുന്നത്? സഭ മഹത്വീകരിക്കപ്പെടാൻ പോകുന്നു. ഈ കർത്താവ് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഈ അന്ത്യകാലഘട്ടത്തിൽ സഭയുടെ രൂപത്തെ ദൈവം മാറ്റും. സഭയുടെ രൂപത്തെ രൂപാന്തരപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞേ, ഭാവം. ഇപ്പം ആടികൊള്ളുന്നവനായിട്ടും എല്ലുകൊള്ളുന്നവനായിട്ട് കാണുന്ന രീതിയിൽ നിന്ന് സഭ സിംഹത്തിന്റെ പ്രതീകമാകും, കഴുകന്റെ പ്രതീകമാകും. ആ ഭാഗത്തോടെ എങ്ങനെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? ആ ഒരു ഫേസിലേക്ക് സഭയുടെ മുഖത്തെ അങ്ങ് മാറ്റും.
വിശ്വസിക്കുന്നവൻ ഇപ്പൊ തന്നെ ദൈവം അത് മാറ്റിയിട്ടുണ്ട്. ഇന്ന് പകൽക്കായി സ്തോത്രം. പണ്ടത്തിനേക്കാളും മഹത്വകരമായി ഇതൊരു ഒന്ന് കൈ ഉയർത്തി പറഞ്ഞാട്ടെ, സഭ ഈ ദേശത്ത് മഹത്വീകരിക്കപ്പെടാൻ പോവുകയാണ്. സഭയുടെ ഫേസ് മറ്റൊരു ദിശയിലേക്ക് ദൈവം തിരിക്കട്ടെ. 9-ാം വാക്യത്തിന്റെ 2 ഭാഗമുണ്ട്. അന്ന് ഈ സഭ ഈ മഹത്വത്തിലേക്ക് കയറുമ്പോൾ ദേശം സമാധാനമാവും. ദേശത്ത് എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്ത് ഞാൻ സമാധാനം. ഈ സഭ എവിടെ ഇരിക്കുന്നു അവിടെ സമാധാനം, പീസ് ഉണ്ടായിരിക്കും, സമാധാനം. അന്ന് ഇവിടെ പോലീസ് സ്റ്റേഷൻ വേണ്ട, ഇവിടെ കോടതി വേണ്ട, ജയില് വേണ്ട. ആരെക്കുറിച്ചാണ് പറയേണ്ടത്? ഇവിടെ സഭ മതി. നിങ്ങൾ ഗൂഗിൾ എങ്കിലും ഒന്ന് അടിച്ചു നോക്കണം, ഇങ്ങനെ വല്ലതും ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഒരു റിവൈവലിന്റെ ഭാഗം അയാൾ കടന്നു പോയപ്പോ തന്നെ ജയിലുകൾ കാലിയായ സ്ഥലങ്ങളുണ്ട്. ഒരു രോഗിയെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പുറത്തു നിന്ന് സെക്യൂരിറ്റി അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പ്രവചനം കൊണ്ട് ആ ആശുപത്രി കാലിയാക്കിയ ആളുണ്ട്, ചരിത്രത്തിൽ കിടപ്പുണ്ട്. അങ്ങനത്തെ ഒരു പ്രതാപകരമായ കാലഘട്ടം സഭയിലേക്ക് വരുമെന്ന് ഞാൻ പ്രവചിച്ചാൽ മനസ്സ് തിരുത്തി സ്വീകരിക്കാൻ പറ്റുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യും. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവിൻ. ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം, ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിന്റെ കല്ലിന്റെ മേൽ കല്ല് വെച്ചത് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കുമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും തണ്ണിപ്പിച്ചു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. ഇനി ആ ദേവാലയം പണി കഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെപ്പീൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം ഇട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെപ്പീൻ. പറഞ്ഞു 19-ാം വാക്യം. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്യവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതെങ്കിലും ഒരു ആമേൻ പറ. സൂത്രം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 24 വായിച്ചു. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായ എന്തെന്നാൽ, നീ യഹൂദ ദേശാധിപതിയായ സെരുബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും, ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. ഇവിടെയാ കിടക്കുന്നത്. ഞാൻ ജാതികളുടെ സിംഹാസനത്തെ മറിച്ചിടും. ഇതിന്റെയൊക്കെ റൂട്ട് ലാംഗ്വേജിൽ പോയി ഇതിന്റെ അർത്ഥം പഠിച്ചാൽ അല്പം കൂടെ കാട്ടിയ ജാതികളുടെ പിറകിൽ വാഴുന്ന ലോക രാജാവിന്റെ സിംഹാസനത്തെ ഞാൻ മറിച്ചു കളയുമെന്ന. എന്തിന്റെ മുമ്പിലാ മറിച്ചു കളഞ്ഞേ? സെരുബാബേലിന്റെ മുമ്പിലോ? നോ. യോശുവയുടെ മുമ്പിലോ? നോ. മറിച്ചിടുന്നത് ദേവാലയത്തിന്റെ മുമ്പിലാണ്. രാജ്യങ്ങളുടെയും ജാതികളുടെയും സിംഹാസനങ്ങളെ. അവിടെ ജാതികളെന്നൊന്നല്ല എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ജാതികളെ വാഴുന്ന ഇരുളിന്റെ സിംഹാസനങ്ങളുണ്ട്. ദൈവം ഓരോന്നോരോന്നോരോ സങ്കീർത്തനത്തിനകത്ത് ഒരു വേടാണ് ഇതിലേക്കൊക്കെ എന്നെ കൊണ്ടുപോയത്. സിംഹാസനങ്ങളെ മറിച്ചിട്ട് ദൈവം ദേവാലയത്തെ ഭൂമിയിൽ അതിൻ്റെ മഹത്വത്തോടുകൂടെ ഉറപ്പിക്കാൻ പോവുക. ഞാനൊരു അനുഗ്രഹത്തിന്റെ ദൂത് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അകത്ത് പൂർണ്ണതയുള്ളൊരു ദേവാലയത്തിന്റെ പൂർണ്ണമായ മഹത്വത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എനിക്ക് നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു അനുഗ്രഹം പറയാനുണ്ടെങ്കിൽ ദൈവരാജ്യത്തെ പിന്തുടരാൻ ഒരു അഭിഷേകത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇതില്ലാത്തതൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല. ഇതില്ലാതെ നിങ്ങൾക്ക് പ്രാപിക്കാനും കഴിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.
താഴോട്ട് പറയുമ്പോൾ ഉപയോഗിച്ചവനെ കുറിച്ച് പറയാം, ഞാൻ നിനക്ക് എൻ്റെ മുദ്രാമോതിരം തരും. സെരുബാബേലെ, നീ വേല ചെയ്ത വെറുതെ അല്ല, നിനക്കുള്ള റിവാർഡുണ്ട്. സഭയ്ക്ക് റിവാർഡുകൾ വെളിപ്പെടാൻ പോവുക. കണ്ണുകളടച്ചു, ഞാൻ വീണ്ടും പ്രസംഗിക്കാം. ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ധ്യാനിച്ച്, കർത്താവേ, ഈ പണ്ടത്തെ മഹത്വത്തിലെ പോലെ എന്നെ തിരിച്ചു കൊണ്ടുവരണേ. നിങ്ങളുടെ ചിന്തകൾക്കകത്ത് ഇന്നലെ വരെ ദേവാലയത്തെക്കുറിച്ച്, ദേവാലയം, യു ആർ ദ ടെമ്പിൾ, നീ ഒരു ദേവാലയമാണെന്ന്, നിന്റെ കണ്ണിൻ്റെ മുമ്പിലൂടെ നശിക്കപ്പെട്ട ദേവാലയങ്ങൾ കടന്നു പോകുമ്പോൾ ഇവനും ദൈവാത്മാവിനെ അകത്ത് ദൈവാത്മാവ് വാഴേണ്ടവനാണെന്നും ഇവനെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുള്ളവനാണെന്നുള്ള തിരിച്ചറിവ്, ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ആത്മഭാരം, ആത്മാവിൻ്റെ എരിവ്, ആത്മാവിൻ്റെ ഇഷ്ടം. അകത്ത് വീഴുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അകത്ത് വീഴുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കൈ ഉയർത്തി ഒന്ന് ആത്മാവിൽ സ്വീകരിച്ചാട്ടെ. കർത്താവെ, ഇന്ന് പകല് പുതിയ അപ്ഡേഷനുകൾ വെളിപ്പെടട്ടെ, പുതിയ പ്രൊഫറ്റിക്കൽ ശബ്ദം വെളിപ്പെടട്ടെ. കർത്താവെ, സെരുബാബേലിനെയും യോശുവയെയും ദൈവം എഴുന്നേൽപ്പിച്ചു ഉപയോഗിച്ചതുപോലെ ഇവരുടെ മേലൊരു അഭിഷേകം, പണിയാനുള്ള അഭിഷേകം, മലയിൽ കൊണ്ടുപോയി മരം വെട്ടാനുള്ള അഭിഷേകം. ഞാനത് റിവീൽ ചെയ്തില്ല. മല എന്നത് പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ്. അത് പ്രാർത്ഥനാ റൂമാണ് കേട്ടോ. ആ പ്രാർത്ഥനാ റൂമിൽ കയറി ദേവാലയത്തിനുള്ള മരം വെട്ടാൻ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആ പ്രാർത്ഥനാ റൂമിൽ കയറി, ദൈവ സാന്നിധ്യത്തിൽ കയറി ദേവാലയം പണിയാനുള്ള മരം വെട്ടാൻ അഭിഷേകമുള്ളവരെ ആത്മാവ് ഇന്ന് പകൽ ക്ഷണിക്കുക. ശബലഗദര മൈഡ പ്രവചല പ്രഭാതനാർദ്ധര ഹർഥരാമാന ശബാല ഖാരാബ. ഇതിനകത്ത് പുതിയ നിയമത്തിനകത്ത് പ്രസക്തമായ ഒരു ദൂത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ദേശത്ത് വാഴുന്ന ബലവാനെ പിടിച്ചു കെട്ടാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. ചുമ്മാതെ ഒരു സുവിശേഷീകരണത്തിന് പേര് നടത്തിയാൽ ഒന്നും സംഭവിക്കത്തില്ല. പിടിച്ചു കെട്ടാനുള്ള അധികാരമുള്ള സഭ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യമുള്ള മലയിൽ കയറി മരം വെട്ടിക്കണം. മരം വെട്ടാൻ ശീലിക്കുക. ദേവാലയത്തിലുള്ള മരം വെട്ടാൻ ശീലിക്കുക. എന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കാൻ പറയുന്നു, ചിലരെ മരം വെട്ടാൻ ഒരു മൂർച്ചയുള്ള ഒരു ഹല്ലേലൂയ മഴു ഇപ്പോൾ നിന്റെ മേൽ ദൈവം അയക്കുകയാ. ദേവാലയത്തിനായി മരം വെട്ടാനുള്ള ആയുധം. നീ വെട്ടുന്ന മരം കൊണ്ട് അവൻ ആലയം പണിയാൻ പോവാ. മുമ്പത്തെക്കാളും പ്രഭാതമുള്ള തേജസ്സുള്ള പ്രഭയുള്ള ദേവാലയം പുറത്തു വരാൻ, മലയിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടം.